ഹലോ ഗായ്സ്, ഇത് ഞാൻ വെച്ചിട്ട് അന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇടാൻ ചെറുതായിട്ട് ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്നലെ തന്നെ ഇടേണ്ടതായിരുന്നില്ല രാവിലെ. അപ്പോൾ ഞങ്ങൾ രാവിലെ രാവിലെ എനിക്കതിന് മുമ്പ് തന്നെ ഇങ്ങനെ കുറേ ആനയുടെ ചങ്ങലയുടെ സൗണ്ടൊക്കെ കേൾക്കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോൾ ഒന്നും ഇങ്ങനെ ഉണർവ് വന്നു, പക്ഷേ എണീറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞ സൗണ്ട് കേട്ടപ്പോഴാണ്, വീട്ടിലേക്ക് വന്നാൽ പിന്നെ ഭയങ്കരമായിട്ട് സൗണ്ട് നമുക്ക് കേൾക്കാമല്ലോ. അപ്പോൾ പിന്നെ മനസ്സിലായി വന്നിട്ടുണ്ട്. പിന്നെ അളിയൻ വന്നിട്ട് പാത്തു എല്ലാം ആദമേ കിടന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വന്നപ്പോൾ തന്നെ മനസ്സിലായി ആനുണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, എണീറ്റ് വേഗം ഫ്രഷായിട്ട് വേഗം ആനടുത്തേക്ക് പോയിട്ട് എന്നിട്ട് ആനടുത്ത് പോയിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള സുന്ദരനായിട്ട് ഒരു ആനയാണ് കേട്ടോ നമ്മളടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാ പ്രാവശ്യവും ആനനെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മാത്രമൊന്നും ആനനെ അങ്ങനെ കൊണ്ടുവരാനത്, അല്ലാത്ത പ്രാവശ്യമൊക്കെ വന്നിട്ട് വെള്ളം കൊടുക്കാനും അതുപോലെ എന്താ പറയുക അതിന് പഴം കൊടുക്കാനൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ കൊടുക്കുന്നതാണ്. എല്ലാ പ്രാവശ്യം ഇവിടെ കൊണ്ടുവരാറുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു അളിയൻ പോയിട്ട്. അപ്പോൾ അതിനെ കൊണ്ട് പഴമൊക്കെ കൊടുപ്പിച്ചിട്ട് ചെറുപഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയ പേടി ഉണ്ടായിരുന്നു, എന്നാലും അവൾ കൊടുത്തു. പക്ഷെ നമ്മൾ ആദമിന് ഭയങ്കര പേടി, അവൻ സമ്മതിച്ചില്ല, അവൻ കൊടുത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ കൊടുത്തു കേട്ടോ. ആദം കൊടുക്കാണ്ടായപ്പോൾ ഞാൻ കൊടുത്തു. അങ്ങനെ നമ്മൾ പഴമൊക്കെ കൊടുത്തു. നല്ല ഭംഗിയുള്ള നല്ല പാവാനേ തോന്നുന്നു, കാരണം നല്ല ചങ്ങലൊന്നിട്ട് പൂട്ടിയിട്ടൊന്നുമില്ല കാലൊന്നും. അപ്പോൾ മൂപ്പരാൾക്ക് മാല അതിൻ്റെ കഴുത്തിലൊക്കെ ഇടാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് അതിനെ ഒരുക്കുകയാണ് കേട്ടോ, അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികളൊക്കെ എണീറ്റു, മോളൊക്കെ എണീറ്റു കേട്ടോ. പിന്നെ അവളൊക്കെ വന്ന് ആനനെ കണ്ടു, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് അങ്ങനെ കണ്ട ഓർമ്മ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇതായി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ആനയുടെ കൂടെ നിന്നിട്ട്. ആദ്യം പിന്നെ പേടിച്ചിട്ട് അധികം കൂടെ നിന്നില്ല. പിന്നെ വേറെ കുറേ ആനകളൊക്കെ നമ്മൾ റോട്ടിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവനിങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ എടുത്തു കേട്ടോ. മറ്റേത് റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പോൾ അതേ ആളിനുടെ മാലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആളെ ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. ആളെ ചങ്ങലയും മറ്റേ മാലയും സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് വേറൊരു ആനയുടെ സൗണ്ട് ഇട്ടത്. ഈ ആനയുടെ നടത്തം തന്നെ ഒരു എന്തോ വയ്യാത്ത പോലെയല്ലേ കാണുമ്പോൾ, ആളിങ്ങനെ വലിച്ചേച്ച് നടക്കണ പോലെ ഉണ്ട് കാണാൻ. ഒരു സുഖമല്ല കേട്ടോ ഈ ആനയുടെ നടത്തം കാണാൻ. കണ്ടില്ലേ, നിങ്ങൾക്കും തോന്നി അങ്ങനെ ആൾക്ക് എന്തോ ഒരു മിസ്റ്റേക്കുള്ള പോലെ. അപ്പോൾ ആൾക്ക് പഴം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ബാക്കി ഉണ്ടായിരുന്ന പഴം എടുത്തിട്ട് അളിയനെ കൊണ്ടുകൊടുത്തിട്ട്, പക്ഷെ അവരുടെ കയ്യിൽ പിടിച്ച് പാപ്പാന്മാരെ അവിടെ നിന്ന് കൊടുത്തില്ല കേട്ടോ. അപ്പം മൂപ്പരാൾക്ക് ഈ ആനക്ക് നമ്മൾ വീട്ടിൽ വന്ന ആനക്ക് അങ്ങനെ പഴം കൊടുക്കണ്ടെന്ന് പറഞ്ഞു, മതിയെന്ന് പറഞ്ഞു. നമ്മൾ കൊടുത്തത് തന്നെ, പിന്നെ കൊടുക്കാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ ആൾ നമ്മളെ വീട്ടിൽ നിന്ന് ടാറ്റാ ബൈ പറഞ്ഞിട്ട് പോകുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഈ ആന നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്കിഷ്ടമായിട്ട് നല്ല സുന്ദരനാണ്. പിന്നെ ആൾ പാവയെന്ന് തോന്നുന്നു. പാവമില്ലാന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ തൊടിയിക്കാനും കുട്ടികളുടെ അടുത്ത് നിർത്താനും അതുപോലെ തന്നെ അങ്ങനൊന്നും സമ്മതിക്കില്ലല്ലോ. പക്ഷെ അവർ എല്ലാത്തിനും ഓക്കെ. പക്ഷെ കുട്ടികളെ ആനപ്പുറത്ത് കയറ്റില്ല കേട്ടോ, കാരണം കുട്ടികളെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് വീണ്ടും ആന പള്ളിയുടെ അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ പള്ളിയുടെ അടുത്താണ് കുറച്ച് വീട്, കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ കാഴ്ചയും ഈ അഞ്ചങ്ങാടി ഈ റോഡിനുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് ആന വരണതും പോണതും എല്ലാ ഷോവർക്കെല്ലാം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കുടിയേറ്റ കാഴ്ചയുടെ രാവിലത്തെ വിശേഷങ്ങളാണ്, രാത്രിക്കത്തെ വിശേഷങ്ങൾ വേറെ വീഡിയോ. ഇത് നമ്മുടെ രാവിലത്തെ കാഴ്ചകളും കുടിയേറ്റ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മനസ്സിലാണ്. അപ്പോൾ വണ്ടികൾ ഇങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ ചെരുപ്പാനി പോകുന്നുണ്ട്, ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ.
ഇഞ്ഞും വരണുണ്ട് ആന, ഇഞ്ഞും വരണുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടെ നിന്ന് കാണാം, ഇങ്ങോട്ട് വാ, ഓടി വാ. ഒരാൾ ആന നട്ടാണെന്ന് കാണണത്. ഇങ്ങോട്ട് വാ, അവിടേക്കല്ല, ഇവിടെയാണ് ആന വരണത്. വാടി പെണ്ണെ, അതേതാണെന്നറിയില്ല. എല്ലാം മോളെ കഴിഞ്ഞ. അങ്ങനെ നമ്മൾ രാവിലത്തെ കൊടിയേറ്റ കാഴ്ചയൊക്കെ കഴിഞ്ഞു. നമ്മൾ ആനകൾ തിരിച്ചും പോയി. ഇനി നമുക്ക് എന്താ പറയുക, ഇനി വൈകുന്നേരം ആണ് നമുക്ക് കാഴ്ചകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അളിയനെയും ആദമിനെയും അതുവിനെയും പാത്തുവിനൊക്കെ ആയിട്ട് ബൈക്കുമ്പോൾ പോയി. ഓസിൽ അവരൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയിട്ടോ. അപ്പോൾ ഞാൻ എല്ലാനായിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് നടന്നതാണ്. അപ്പോൾ ഉണ്ട് നമ്മുടെ ഓസിൽ എന്നെ കണ്ടപ്പോൾ മൂപ്പരാൾ മാമി ഇന്ന് വേണ്ടിയിട്ട് അവൻ ബൈക്കുമ്പോൾ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കൂടെ പോകുന്നു കേട്ടോ. എൻ്റെ മോൻ വന്നില്ല, എൻ്റെ ഓസിൽ വന്നിട്ടോ. അങ്ങനെ ഞാൻ അവനായിട്ട് വെറുതെ സ്കൂൾ പറമ്പിലോട്ട് ഇങ്ങനെ നടന്നിട്ടോ. ഞാനൊക്കെ എന്താ പറയുക, ആദ്യമായിട്ടാണ് ഞാൻ വട്ടയാട് നേരത്തൊക്കെ വന്നിട്ട് ഞാൻ സ്കൂൾ പറമ്പിൽ കൊടുക്കുക ഒറ്റക്ക് പോകണം. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലും മേടിക്കാനൊക്കെ തീർച്ചയായും പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോവാറ് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ എല്ലായിടത്തും ഒറ്റക്ക് പോയി തുടങ്ങിയ കാരണം ഇപ്പോൾ ധൈര്യമായിട്ട് ഇനി എല്ലായിടത്തേക്കും വിടാൻ ഇവർക്ക് തോന്നി. അതുകൊണ്ട് ഇപ്പം ഞാൻ ഒറ്റക്ക് പോകേണ്ട കാരണം വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഹൗസിലിനെയും നമ്മളെ എല്ലാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി വെച്ചിട്ട് മേടിക്കണം എന്ന് വെച്ചിട്ട് വന്നതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അവർക്ക് ഓരോന്ന് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദമല്ല ഓസിൽ, ആദമിനായിട്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലും വെറും കൈയോടെ തിരിച്ചു വരാം. പക്ഷേ ഓസിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പരാളോട് ഞാൻ പറഞ്ഞു, ഞാനാണെങ്കിലോ സത്യം പറയില്ല, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഞാൻ എന്താ പറയുക, ഞാൻ എല്ലാനായിട്ട് വെറുതെ ഇറങ്ങിയാലോ, ഇവരെ കളീനായിട്ട് പോയ ആൾക്കാരാണ്. അപ്പം ഞാൻ വെറുതെ നടന്നിട്ട് ഇനി കുറച്ചുണ്ട് മൊമ്മേനായിട്ട് വൈകുന്നേരം പോകുമ്പോൾ എന്തായാലും മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നായിരുന്നത് കേട്ടോ, കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ ഞാനൊന്നും മേടിക്കാനും നിന്നില്ല. കാരണം എൻ്റെ കയ്യിൽ ഞാൻ ഒരു രൂപ ഞാൻ എടുത്തിട്ടില്ല, ബാഗ് കൊടുത്തില്ല, പൈസ എടുത്തില്ല. പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ നമ്മൾ വീടും മേടിക്കും എന്നൊന്നും. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ഞാൻ എല്ലാനായിട്ട് ഇങ്ങനെ നടന്നതാണ്. അപ്പോൾ നമ്മളിതേ സ്കൂൾ പറമ്പിൽ നമ്മൾ കുറേ കളിക്കുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ACC കാരെ കാഴ്ച പോകുന്നത് കേട്ടോ. ACC കാരെ കാഴ്ച നമ്മളവിടേക്ക് അങ്ങനെ വരില്ല. അപ്പോൾ ആ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ പറ്റിയിട്ടോ.
ഡേസിച്ചിട്ട് കാഴ്ച കണ്ടിട്ട് പോയതല്ലാതും ഇത് അളിൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. അവക്കാണ്. അവക്ക നല്ല കമ്പനിയാണ് കേട്ടോ നമ്മളായിട്ടൊക്കെ. അളിൻ്റെ ഫ്രണ്ട്സ് 2-3 പേര് നമ്മളായിട്ട് ഇതുപോലെ നല്ല കമ്പനി ഉള്ളവരുണ്ട്. താരിക്ക, അബുക്ക, അങ്ങനെ കുറച്ച് പേര് കേട്ടോ. അപ്പോൾ അളിയനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരെ കാഴ്ചയാണ് ഇപ്പോൾ പോയത്. അപ്പോൾ ഇവരെന്തോ ജേഴ്സിയൊക്കെ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ അതിനെടുത്തിട്ട് അവരെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏസിച്ചിട്ട് കാഴ്ചയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവരുടെ ഡ്രസ്സ് അടിപൊളിയായില്ലേ, ഇവരുടെ ജേഴ്സി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, സൂപ്പറായില്ലേ. അപ്പോൾ നമുക്കിനി രാത്രിക്കാലത്തെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.